ഇപ്പം നടക്കുന്ന വെസ്റ്റ് ഏഷ്യൻ വാർ ഏകദേശം 24-25 ദിവസത്തോളം പോയിരിക്കുകയാണ്. അമേരിക്ക കൊടുത്തിരിക്കുന്ന 5 ദിവസത്തെ സീസ് ഫയർ, അത് അമേരിക്ക ഏകപക്ഷീയമായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഇവർ ടോക്സ് നടത്തിയില്ല, പക്ഷേ ബാക്ക്ഡോർ ടോക്സ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ വാറിൽ എന്തായിരിക്കും ഔട്ട്കം, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നതായിരിക്കും പറയുന്നത്. ആദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ വാർ എന്ന് പറയുന്നത് ഇത് ഇന്നലെയോ ഒന്നും പ്ലാൻ ചെയ്ത സംഭവമൊന്നും അല്ല. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വാർ നടക്കുന്നത്? ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഈ വാർ എന്ന് പറയുന്നത് സൗദി അറേബ്യയ്ക്കും UAE-ക്കും വേണ്ടിയാണ് നടക്കുന്നത്. ഇത് ഇപ്പം ഇതുമായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു, വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു, മറ്റ് പല ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ഈ പറയുന്ന ഗ്ലോബൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തത് ഈ വാർ അമേരിക്ക നടത്തുന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ആ മീഡിയ തന്നെയാണ് മുഴുവനും മാറ്റി പറയുന്നത്. ഈ വാർ നടക്കുന്നത്, അമേരിക്ക ഇസ്രായേലും ഇറാനെതിരെ വാർ നടക്കുന്നത് സൗദി അറേബ്യയ്ക്കും UAE-ക്കും ബഹ്റിൻ അതേപോലെയുള്ള അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാർ നടക്കുന്നത്. അല്ല, വല്ലാത്തൊരു ട്വിസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ വാർ നടക്കുന്നത്? നമ്മളിപ്പോൾ ചരിത്രത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഹൂത്തികൾ സൗദി അറേബ്യയെ UAE അറ്റാക്ക് ചെയ്ത സമയം. അന്ന് ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതേപോലെ നിങ്ങൾക്കറിയാം, ബറാക് ഒബാമ ഇരുന്ന സമയത്താണ് ഈ ഇറാനുമായിട്ട് ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യുന്നത്. പിന്നീട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന് അതെടുത്ത് തോട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ ഹൂത്തികൾ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി, ഇറാൻ്റെ പ്രോക്സിയാണ്, ഈ സൗദി അറേബ്യയും UAE അറ്റാക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കീ പോയിന്റ് ഉണ്ട് ഇതിൻ്റെ അത്. എന്തിനാണ് ഈ രാജ്യങ്ങളെ ഹൂത്തികൾ അറ്റാക്ക് ചെയ്യുന്നത്? ഹൂത്തികൾക്ക് ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് പ്രത്യേക പ്രശ്നമുണ്ട്? ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന രാജകുടുംബത്തെ, അവിടുത്തെ സർക്കാരിനെ ഈ പറയുന്ന UAE സൗദി അറേബ്യ പിന്താങ്ങും. പക്ഷെ ഷിയ പ്രോക്സിയായ ഹൂത്തികളെ ആരാ വളർത്തിയെടുത്ത്? ഇറാൻ. ആർക്കെതിരെ അറ്റാക്ക് ചെയ്തു? ഈ പറയുന്ന രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്തു.